എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അമ്മയ്ക്ക് ഇതാ കൈ കുറച്ച്. അമ്മ ഒന്നുമില്ല. എല്ലാവരുടെ അമ്മമാര് ഇങ്ങനെയാണോ അല്ലെങ്കിൽ എന്റെ മാത്രം അമ്മ ഇങ്ങനെയാണോ? ഗായ്സ് ഇതൊരു ഗുഹ പോലെയുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. അടിപൊളി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്ന് ലൈഫിൽ ആദ്യമായിട്ട് ഒരുമിച്ച് ട്രിപ്പ് പോവാണ്. ആരൊക്കെയാന്നല്ലേ? ഞാൻ, എന്റെ അച്ഛൻ, എന്റെ അമ്മ ആൻഡ് രാമൂട്ടൻ. ചേട്ടായും ഞാനും അച്ഛനും അമ്മയും മാത്രമായിട്ട് പോലും ട്രിപ്പ് പോയിട്ടില്ല. എപ്പോഴും നമ്മളൊരു മിഥുനം സ്റ്റൈലാണ് രാമൂട്ടൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഉണ്ടാവും. അങ്ങനെ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ആരും ഒരുമിച്ച് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ലൈഫിൽ എല്ലാവരും ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഒരു ഭക്തിമാർഗാണ്. അമ്മ ഗുരുവായൂര്, വൃന്ദാവനത്തിൽ അമ്മ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്നാ? വൃന്ദാവനത്തിൽ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറിയ ആള് 4 പ്രാവശ്യമൊക്കെ പോയി. അതിന്റെ അച്ഛാണെങ്കിൽ ഫുൾ ഫൺ വൈബ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവ പോകാത്ത സ്ഥലമുണ്ട് അച്ഛാ. അച്ഛൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അച്ഛാ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് പോകാറുണ്ട്. അപ്പൊ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇടുക്കി കട്ടപ്പനയിലുള്ള മിസ്റ്റിക് മായപ്പോട്ടിലാണ്. മിസ്റ്റിക് മായപ്പോട്ട് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തപ്പോ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഫുൾ മഴയാണ്. ഇന്ന് ആരും ഒന്നും മിണ്ടാത്തത്. അമ്മ ഉണ്ടല്ലോ രാവിലെ തന്നെ അമ്മ രാമൂട്ടും പൊരിഞ്ഞടി. ഞാൻ അതിന്റെ കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടാ. എന്താ സംഭവം എന്ന് പറഞ്ഞാ അമ്മ കണ്ണന്റെ ഇതെടുത്ത് ആ പ്രതിമ എടുത്തോണ്ട് കൊണ്ടുവരാ. ഞാൻ കണ്ണനും വരുന്നുണ്ട്, കണ്ണനും ട്രിപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അമ്മ മഴ കാരണം അത് പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞ് രാമുണ്ണ എങ്ങനെയൊക്കെയോ പറഞ്ഞ് അതമ്മ ഒഴിവാക്കിയല്ലേ അമ്മ? അതിന്റെ വിഷമത്തിരിക്കാണ്. ഞാൻ ട്രിപ്പിന് വരുന്നില്ല. കുഞ്ഞികൃഷ്ണനുണ്ട്. അതെ, ഇല്ലാണ്ട് വരത്തില്ല എന്തായാലും. ഇതിപ്പോ ഒരു ഡീലാണ് സത്യം പറഞ്ഞ ഈ ട്രിപ്പ് തന്നെ ഓണായിരിക്കും. ഡീൽ എന്താണെന്നറിയോ? തിങ്കളാഴ്ച അച്ഛ അമ്മയുടെ കൂടെ ഗുരുവായൂര് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ ഈ ട്രിപ്പിന് വരാമെന്നുള്ള കണ്ട് അങ്ങനത്തെ ഡീലിന്റെ പുറത്താണ്. അപ്പൊ അതെ ഗുരുവായൂര് പോയി സ്റ്റേ ചെയ്യാന്നുള്ള ഒരു ഡീലിന്റെ പുറത്താണ് അമ്മ ഈ ഒരു ട്രിപ്പിന് വന്നേക്കണം. അതുകൊണ്ടാട്ടോ ഗൈസ് നിങ്ങൾ എന്റെ വീഡിയോയിലൊന്നും അമ്മേനെ പ്രോപ്പറായിട്ട് കണ്ടു. കാരണം എവിടെ വിളിച്ചാലും ഒരു സ്ഥലത്ത് വിളിച്ചാലും അമ്മ വരത്തില്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കുറച്ച് പ്ലാൻസും കാര്യങ്ങളുണ്ടായി നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അതുകൊണ്ട് പക്ഷെ ഇത്തവണ എന്തായാലും വന്നിരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവന്നേക്കാണ്. അപ്പൊ ഗൈസ് ഇപ്പോൾ ഫുൾ ട്രിപ്പ് മോഡാണ്. എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ കൊള്ളാന്നുണ്ട് രാമൂട്ടാ. നമുക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ? പോണ വഴിക്ക് എന്തെങ്കിലും ഒരു ഔട്ട്ഫിറ്റും കൂടെ വാങ്ങിക്കാം. നല്ല മഴ ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഗൈസ് എനിക്ക് അറിയാൻ മേലാനായിട്ട് ചോദിക്കുകയാണ്, എല്ലാവരുടെ അമ്മമാര് ഇങ്ങനെയാണോ അല്ലെങ്കിൽ എന്റെ മാത്രം അമ്മ ഇങ്ങനെയാണോ എന്ന് അറിയാൻ പാടില്ല. ട്രിപ്പിന് പോകുമ്പോ രാമായണം വായിച്ചോണ്ടിരിക്കും. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. നാരായണീയം അത് രണ്ടാ. പക്ഷെ എനിക്കറിയില്ല ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഈ അമ്മമാരുടെ എല്ലാവരുടെയും പാറ്റേൺ ഇങ്ങനെയാണോ? ആണോ രാമൂട്ട? ഇത് നോക്കൂ, പടം വരയ്ക്കാൻ വേണ്ടിട്ട് അമ്മ എടുത്തോണ്ട് വന്നേക്കുന്നത്. അമ്മ എന്തിനാ അമ്മ വന്നേക്കുന്നത്? ട്രിപ്പിന് തന്നെയാണോ? റൂമിൽ ഇരുന്ന് പടം വരയ്ക്കാലോ, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഇത് കളറിങ് എന്നാ പിടിച്ചോ. പെരുമ്പാവൂർ എത്താറായിട്ട് ഞങ്ങൾ ഈ പെരുമ്പാവൂർ അടുത്ത് എത്തിയപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാനിവിടെ ഫസ്റ്റ് MBAക്ക് ഞാൻ ഇവിടെ ഒരു കോളേജിലാണ് മാർത്തോമയിൽ എനിക്ക് അവിടെ കിട്ടിയതുവാ. പിന്നെയാണ് എനിക്ക് MBA മറ്റേ കോയമ്പത്തൂർ കോള് വന്നത്. അപ്പൊ ഇപ്പൊ അച്ഛൻ പറഞ്ഞത് ഇവിടെയാണ് അമ്മ MBA ചേരാൻ പോയത്. അപ്പൊ തന്നെയല്ലേ അവൻ അല്ലേ ഞാൻ അവിടെ ചേരാതെ ഇവിടെ ചേരാതെ അവിടെ വന്ന് ചേർന്നോണ്ട് ഇവന് കാറിനകത്ത് ഇരിക്കണം. നമ്മളിപ്പോ വേറെ ഏതോ സ്ഥലത്ത് കൂടെ കണ്ടില്ലെങ്കിൽ എന്താ ഇതുപോലെ നമ്മള് വേറെ പോകും. വരൂ. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇത് മേടിക്കാൻ. എന്നാലും ഞാൻ മേടിച്ചതിന്റെ ഒരു സന്തോഷത്തിന്. അമ്മയ്ക്ക് ഇതാ ടേൺസ് കാരണം സിക്കായി കുറച്ച്. അമ്മ ഒന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നേര്യമംഗലം ഇതാ എത്താൻ പോവാണ്. കുറച്ച് കോടയുണ്ട് കേട്ടോ. മേഘമാണോ കോടയാണോ? കോടയാണല്ലേ.
കോടയാണ്. കോടമഞ്ഞിൻ. അമ്മേ അറി ഓക്കെ ബേബി. യാ ഗൈസ്, അപ്പൊ നമ്മൾ നേര്യമംഗലം എന്താണ് മൂന്നാറിന്റെ കവാടം എത്തിയിരിക്കുകയാണ്. അടിപൊളി. ഞാൻ പോവാ. ഇതാണ് ചെറുതോണി ഡാം. ലോവർ പെരിയാറോ? എങ്ങനെയുണ്ടാവും ഇപ്പോ? നല്ല സുഖമുണ്ട്. മിസ്റ്റിക് മായപ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഒരു കാടിന്റെ നടുക്ക് ഒരു റിസോർട്ട്, ചുറ്റിനും കാട്. നീയോ? ഞാൻ ഒരു കുറച്ച് കാട് വൈബ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ട്രോപ്പിക്കൽ ഡ്രസ് ഇട്ടതാണ്. അപ്പൊ രാമുട്ടിനോട് പറഞ്ഞു തന്നിട്ടപ്പോ നീ എന്താ ബീച്ചിൽ പോവാണോ? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? മാച്ച് ആയില്ലേ? ഇവിടെ ഒരു ഊഞ്ഞാലേക്ക് ഉണ്ട് കേട്ടോ, നമുക്കിവിടുന്ന് ആടാം. ചെക്ക് ഇൻ ചെയ്തിട്ട് ആടാം. വഴുതി വീഴണ്ടേനി. ഇതുള്ള നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത് മിസ്റ്റിക് മായപ്പോട്ട് എന്നാണ്. ആസിനു മിസ്റ്റിക് മായപ്പോട്ട് എന്നാണ്. ഈ പേര് വരാനുള്ള സിമ്പിൾ നമ്മളൊരു മലയാളം വേർഡിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. മിസ്റ്റിക് മായപ്പോട്ട് എന്നുള്ളത് മായപ്പൊത്തെന്നായിരുന്നു ആക്ച്വലി. ആ മായപ്പൊത്ത് എന്നുള്ള വേർഡിൽ നിന്നാണ് ഞങ്ങളിത് മിസ്റ്റിക് മായപ്പോട്ട് എന്നുള്ള വേർഡ് കടമെടുത്തത്. അതായിരുന്നു ട്രാൻസ്ലേഷൻ. ആക്ച്വലി എന്തുകൊണ്ട് മായപ്പൊത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുമ്പ് നമ്മുടെ ഈ ഒഴുകുന്ന സ്ട്രീം ഉണ്ടല്ലോ, അതിൻ്റെ ആരംഭം അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം എവിടുന്നാന്നുള്ളത് ഒരു മിസ്റ്ററി ആയിട്ട് കിടക്കായിരുന്നു. ആക്ച്വലി ഇവിടെ സംബന്ധിച്ചോളം ചെറിയൊരു ഹോളിൽ നിന്നായിരുന്നു, ഒരു ഹോളിൽ നിന്നായിരുന്നു വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് സ്ട്രീമിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അതൊരു ചെറിയ പൊത്ത് പോലെയാണ്, അവിടെ നിന്നാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 8 കിലോമീറ്റർ ബാക്കിൽ ഉള്ളൊരു മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളത്തിൻ്റെ ആക്ച്വലി സ്ട്രീമിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഭൂമി ഒബ്സർവ് ചെയ്യുകയും അത് പെട്ടെന്നൊരു വാനിഷ് ആവുകയും ചെയ്യും. പിന്നീട് അത് ഭൂമിക്ക് മുകളിലേക്ക് വരുന്നത് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെയാണ്, ഈ ഒരു പോർഷനിലാണ് വെള്ളം ഭൂമിക്ക് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ അതായിരുന്നു അതിന് പിന്നിലുള്ള മിസ്റ്ററി. അതുകൊണ്ടാണ് ഇതിനെ മായപ്പൊത്തെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. 15,000 ഏക്കർ കാടമം ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. അതിലൊരു 150 ഏക്കേഴ്സാണ് നമ്മുടെ ഒരു ആക്സസിങ് ഏരിയാസ് വരുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു 15,000 ഏക്കേഴ്സ് റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒൺലി ഫോർ കാർഡമം കൾട്ടിവേഷന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിലാണ്, അതായത് ഒരു 70 to 80% ഡേയ്സും, അതായത് ഒരു വർഷത്തിൽ ഒരു 365 ദിവസം ഉള്ളതിൽ ഒരു 300 ദിവസവും ഇവിടെ മഴയായിരിക്കും. ഞാൻ പറഞ്ഞു 2001 പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന പാറകളും സ്ട്രീമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ, ഈ പറയുന്ന സ്ട്രീമിനെയോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന പാറകളെയോ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു ആഡ് ഓൺസ് ആണ് പ്രോപ്പർട്ടി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് ആഡ് ഓൺസ് നേച്ചറിലേക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നല്ല പാറയായിരുന്നു എന്നുള്ളത്. ഈ പാറയുടെ ചില പോർഷൻസ് നിങ്ങളുടെ റൂംസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങളുടെ ബാത്റൂമിലും ഒക്കെ റൂംസ് ഈ പാറയുടെ ചില പോർഷൻസ് അങ്ങനെ പുറമേ തള്ളി നിൽപ്പുണ്ട്. അതാ ഗായ്സ് ഒരു വലിയ പാറ. ഗായ്സ് ഇതൊരു ഗുഹ പോലെയുണ്ട്, പക്ഷെ നല്ല രസമുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഇവിടെ എത്തി. നല്ല രസമുണ്ട് കേട്ടോ സ്ഥലം. മൊത്തത്തിൽ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു ചെറിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. നല്ല രസമുണ്ട് ഈ ഒരു സ്റ്റേ. പ്രോപ്പർട്ടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആൻഡ് ഓൾസോ ദാ ഇവിടെ വാട്ടർഫോൾസ്. പുറത്തേക്ക് വന്നപ്പോ ഒരു സാധനം കണ്ടു. ഇതെന്താ രാമൂട്ടാ? അത് ഉത്തരം പറ. അത് പറങ്ങട്. അയ്യോ, ഇതെന്ത് സാധനം? ഇതറിയുന്നവരെന്താന്നൊന്ന് കമന്റ് ചെയ്യണേ. രാമൂണ്ണ അറിയില്ല, എന്തോ തള്ളു പറയാൻ ചേട്ടാ. ഇത് എന്താ? അത് തെരിയും. ഫ്ലവർന്ന് அது தெரிஞ்சிட்ட. இது என்ன ஃப்ளவர்? என்ன ஃப்ளவர்ஸ்ல அந்த இது பூரா இலை தான். இது வந்து பூவா உரப்பி போனா அப்படி இலைய வந்துச்சு. பூவா உரப்பி போனா அப்படி இலைய வந்துச்சு. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇത് പൂവാ? ഇത് പൂവ്. അത് പൂവ്. ഇത് ഇല, இந்த இலை.
ഓ എന്തല ഏത് ഇത് ഓ ഓ ഓ இந்த இலை இது பூ இலை என்னது எங்க இந்த இலை எங்க இதுதான் இந்த வரிசையாக ஓ இந்த இதுதான் இலையாயிடும் அப்படி ஓ சரி இது பெருசா இந்த மாதிரி ஆயிடும் கொஞ்சம் இதை கொஞ்சம் வளர்ந்தோன்னா ഓ കൊഞ്ചം വളർന്നാ ഇതായിടും. ഒരു കാട് വൈബല്ലേ രാമുട്ടാ. എനിക്ക് ഇത്തിരി തണുക്കുന്നുണ്ടേ. ഞാൻ പോയി ഡ്രസ്സ് പറട്ടെ. അപ്പൊ ഗൈസ് നമ്മളിതാ ഇവിടെ വന്നു, സെറ്റൊക്കെ ആയി. എങ്ങോട്ട് വന്നതാ? അമ്മ ഗൈസ് തണുക്കുന്നത് പറഞ്ഞിട്ട് ദാ ഇങ്ങനെ ഇരിക്കുക. എന്താ ജമേ? അപ്പൊ നമ്മൾ ചായയും ഒണിയൻ പക്കവട എന്താ വെച്ചാൽ പഴംപൊരിയും കഴിക്കാട്ടോ. കുറച്ചെല്ലാം കഴിഞ്ഞപ്പോ ലേറ്റ് ആയി പോയി. അതുകൊണ്ട് നാളെ രാവിലെ ഇതിന്റെ വിഷ്വൽ ബ്യൂട്ടി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ചായ കുടിച്ചിട്ട് കുറച്ചു നേരം ക്യാരംസ് എന്തെങ്കിലും കളിക്കാന്നാണ് വിചാരിക്കുന്നത്. അമ്മ ചിലപ്പോ വെറുതെ എടുത്ത് കഴിഞ്ഞാൽ നാരായണിയെ എടുത്ത് വായിക്കും. അതുകൊണ്ട് നാരായണി എടുത്ത് മാറ്റി വെക്കണം. ഇതാണ് അമ്മ സ്ഥലം. കുഞ്ഞിക്കണ്ണന്റെ സ്ഥലം ഇവിടെ ഉറപ്പിച്ചു. അമ്മയുടെ കൂടെ ഇവിടെ ഇതിന്റെ പൊക്കത്ത് ഒരു തലോണയും വെച്ചിട്ട് കുഞ്ഞിക്കണ്ണന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഗൈസ് നമുക്ക് ചായ ഉണ്ടാക്കാം സ്വന്തമായിട്ട്. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പറയണത്. ഗൈസ് അങ്ങനെ ഞാനുണ്ടാക്കിയ സ്വാദിഷ്ടമായ നല്ല എന്താ പറയുക മിസ്റ്റിക് മായപ്പൊട്ടിൽ ഇവിടുത്തെ ഫ്ലേവേഴ്സുകൾ എല്ലാം തന്നെ ഞാൻ ഡാൽ ചെയ്ത എൻ്റെ മാത്രം സിഗ്നേച്ചർ ചായ കുടിക്കാൻ ഞാൻ എൻ്റെ രാമുവിൻ്റെ ക്ഷണിക്കുകയാണ്. രാമുട്ട കം. എന്തോ ഒരു പാട്ട് കേൾക്കുന്നു. അമ്മ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ക്യാരംസ് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള മെനു ഒരു പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ചോറും മീൻകറിയും പിന്നെ ബീട്രൂട്ട് തോരനാണ് ഓർഡർ ചെയ്തത്. എൻ്റെ അമ്മൂൻ്റെ അച്ഛനും ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത്. ദെൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വന്നു, കാർഡ്സ് കളിച്ചു. അമ്മ അപ്പോഴത്തേക്കും കിടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഗെയിമൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയത്. അപ്പൊ ഗൈസ് നമ്മൾ ദാ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തി. ഗൈസ് ഇനി നമ്മൾ ഇവിടത്തെ പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. കുളിക്കണല്ലോ അച്ഛാ? സ്വിമ്മിംഗ് പൂള് വേണ്ടാന്ന് പറയാണ് അച്ഛൻ. അതാ രാമോട് എന്തോ ചെയ്യുന്ന. ഗൈസ് രാമൂട്ടൻ ഇനി കുറച്ചു നേരം റൈഡിങ്ങിന് പോവുകയാണ്. അതാ രാമൂട്ടൻ റൈഡും കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എവിടെയൊക്കെ ബ്രേക്കില്ല, വണ്ടിയിൽ എന്താണ്? ഓ നൈസ്. 10 കൊള്ളിച്ചാൽ എന്ത് തരും? 10 കൊള്ളിച്ചാൽ നിന്നെ ഞാൻ ശ്രീരാമ എന്ന് വിളിക്കും. എന്താ ശ്രീരാമ കൊള്ളിച്ചാൽ ഇനി ഒരു റീൽ എന്നെ വിളിക്കൂല. ഒരു റീൽ ചെയ്യാൻ എന്നെ വിളിക്കൂല. നീ 10 കൊള്ളിച്ചാൽ നിന്നെ ഒരു റീലിന് പോയി ഞാൻ നിന്നെ വിളിക്കത്തില്ല. ഉറപ്പ്. ഇനി ഡാൻസ് കളിക്കാൻ പറഞ്ഞ എന്നെ വിളിക്കത്തില്ല. ഡാൻസിനും വിളിക്കില്ല. 9 ഇല്ല, നിന്നെ എല്ലാ ഡാൻസിനും ഞാൻ വിളിക്കൂല. ഇതിനാണോ ഇത്ര ബിൽഡപ്പ് ഉണ്ടായിരുന്നത്? അപ്പൊ അച്ഛനെ വിളിച്ചോ? ഇനി മുതൽ റീൽ ചെയ്യാൻ അച്ഛൻ വിളിക്കാതെ മാത്രം. ഞാൻ രക്ഷപ്പെട്ട് അച്ഛൻ നമുക്കൊരു റീൽ ചെയ്യാം. അച്ഛൻ തോറ്റി. അച്ഛൻ തന്നെ റീലിന്റെ ആള്. കറക്റ്റായിരുന്നു കേട്ടോ. പക്ഷെ തൊട്ടടുത്തായിരുന്നു അച്ഛൻ ചെയ്തോണ്ട്. ഇത്തവണ രാമുണ്ണെ വെറുതെ വിട്ടേക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ആർച്ചറി ഗെയിമിൽ രാമുട്ടൻ തോറ്റത് കൊണ്ട് മാത്രം ഞാൻ രാമുണ്ണെ കൊണ്ട് റീൽ എടുപ്പിച്ചു കേട്ടോ. അങ്ങനെ റീലൊക്കെ എടുത്ത് രാമുണ്ണെ കൊണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതാ ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. എന്തായാലും നല്ല അടിപൊളി സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേക്കേഷൻ തന്നെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അതുപോലെ തന്നെ നേച്ചർ ഫ്രണ്ട്ലിയും ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ.